എന്താണ് ആർച്ച നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഒരു ദിവസം ഒരു വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ദിവസം ബീഫ് വാങ്ങിച്ചാൽ അതും മനസ്സിലാക്കാം. ഒരു ദിവസം മീൻ വാങ്ങിച്ചാൽ അതും മനസ്സിലാക്കാം. ഇത് മൂന്നും കൂടെ ഒരു ദിവസം ഒരു വീട്ടിൽ വാങ്ങിയാൽ എന്താ നിന്റെ കല്യാണം വല്ലോ? ഒരു കല്യാണം കഴിഞ്ഞ എന്റെ ക്ഷീണം മാറിയിട്ടില്ല. പിന്നെ അടുത്തത് എന്നാ പറയേ, ഇതെല്ലാം കൂടെ എന്തിനാ മേടിച്ചെന്ന്? സത്യേട്ടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നില്ലേ ഇന്ന് നമ്മുടെ ശാലിനി വരുമെന്ന്. ഏത് ശാലിനി? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിക്രമൻ ചേട്ടന്റെ മോള് ശാലിനി. അവളുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അവളെയും ഭർത്താവിനെയും കൂടെ കൊണ്ട് വിരുന്ന് വിളിച്ചതാ. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. പറഞ്ഞെങ്കിൽ അവരിന്ന് വൈകുന്നേരം ഇവിടെ വരും, ഭക്ഷണവും കഴിക്കും. ആര് തീരുമാനിച്ചു? ഞാൻ. നീ അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ അറിയണ്ടേ? ഞാൻ പറഞ്ഞതാണല്ലോ. നീ എന്നോട് അവർ വരുന്ന കാര്യം പറഞ്ഞോളൂ, അല്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അതൊരു സാമാന്യ മര്യാദയല്ലേ? ആ മര്യാദയൊന്നും വേണ്ട. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചായയും 2 ബിസ്ക്കറ്റും കൊടുക്കാം. ഇതല്ലല്ലോ. ചിക്കൻ, മീന്, ബീഫ് ഇതെല്ലാം ചിലവാക്കണത് എൻ്റെ കാശല്ലേ. നിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നിനക്ക് വലിയ ആളായിരിക്കും, എനിക്ക് അയാൾ വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ പൈസ കൊണ്ട് അയാളുടെ മോക്ക് അങ്ങ് വിരുന്ന് കൊടുക്കുക. അവരാദ്യമായിട്ട് വീട്ടിൽ വരുന്നതല്ലേ, അത് ഓർക്കണ്ടേ? ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും ഞാനിതൊക്കെ വാങ്ങിച്ചു. അവര് വന്ന് കഴിച്ചിട്ട് പോട്ടെ. ഇനി മുതൽ വീട്ടിൽ വരുന്നവർക്ക് ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത് പറഞ്ഞു വിട്ടേക്കാം. എന്താ, മതിയോ? എന്നാലും ആർച്ചേ, ഇത് കുറച്ച് കൂടിപ്പോയി. 1300 രൂപ എന്ന് പറഞ്ഞ. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമുക്ക് ചിക്കൻ വെക്കാം, എന്നിട്ട് മീനും ബീഫും എടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്. നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ വേറെ ദിവസം വെക്കാം. സത്യമായിട്ട് സമയം മെനക്കെടുത്താതെ പോ. ഞാൻ ഇവിടെ ചിക്കനും വെക്കും, ബീഫും വെക്കും, മീനും വെക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ഒരു മരപ്പെട്ടി റോസ്റ്റും ഒരു തിമിംഗലം ഫ്രൈ കൂടെ ഉണ്ടാക്കി വെച്ചോട്. പഞ്ചായത്ത് പ്രസിഡന്റ് മോളല്ലേ, നല്ല ആർത്തി കാണും. തിന്ന് ആർത്തി തീരട്ടെ. ഇനി അതിലും ആർത്തി തിന്നില്ലെങ്കിൽ നീ എല്ലാം കൂടെ പുഴുങ്ങി അങ്ങ് വെച്ചു കൊടുക്കും. ആർത്തി തീരട്ടെ. പിന്നെ ഡോക്ടറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ആലീസിനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ആലീസ് അവിടെ ഇല്ലേ? ഉണ്ട്. ആലിസേ, എന്താ ചായ? ഉണ്ണിയാർച്ച വിളിക്കുന്നേ, വാ. സാർ അവിടെ ഇല്ലേ? ആ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ആണോ? എന്തേ ആലീസേ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. ഇന്ന് വൈകിട്ട് എന്താ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. വൈകിട്ട് ഞങ്ങക്ക് 3-4 ഗസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ പാർട്ടി. നിങ്ങളും കൂടെ വരുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഡോക്ടർ വന്നതിന് ശേഷം മതി. ഓ, ഞങ്ങള് വരാം. അയ്യോ, ഇന്ന് പറ്റത്തില്ല. ഞങ്ങളുവേ ഇച്ചായന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ ഏറ്റിട്ടുണ്ട്. നേരത്തെ ഏറ്റതാ. ഇച്ചായനത് മറന്നുപോയാ? ഞാനത് മറന്നു. അത് ഇന്നായിരുന്നല്ലേ? അത് ഇന്നാ. അയ്യോ സോറി കേട്ടാ, പിന്നൊരു സമയത്ത് ആവാം. ശരി, കുഴപ്പമില്ല. ഏത് ഫ്രണ്ട്സ് ആടി? ഓ, ആരെങ്കിലും വിളിക്കാൻ ഇങ്ങനെ കാത്തിരിക്കാനല്ലേ അങ്ങോട്ട് ചാടിക്കയറി ചെല്ലാനായിട്ട്? ഇച്ചാൻ ആവശ്യമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി തരുന്നില്ലേ? അപ്പൊ അതാണ് കാര്യം. ഇതാണ് സംശയം. സംശയമൊന്നുമല്ല. പിന്നെ എന്താണാവോ? ഇച്ചായ, അങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലൊന്നും പോയി നമ്മള് ഫുഡ് കഴിക്കരുത്. എന്താ കാര്യം? കളിയൊക്കെ ഒന്നും വേണ്ടേ. ഞാൻ പുറത്തുപോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അത് വെറുതെയാ. ഇച്ചാന്റെ പൈസ ഒന്നും കളയാൻ ഞാൻ സമ്മതിക്കും. ഇച്ചാൻ ആവശ്യമുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി തരും. അത് മതി കേട്ടാ. എവിടെ പോയത്? ഞാൻ ആ ആലീസിനെ ഒന്ന് കാണാൻ പോയതാ. എന്തിന്? വൈകുന്നേരം അവരൊക്കെ വരുന്നതല്ലേ, അപ്പൊ ആ ഡോക്ടർ ആലീസിനെ കൂടെ വിളിക്കാന്ന് വിചാരിച്ചു. കൊള്ളാം. നിന്റെ കൂട്ടുകാരിയും ഭർത്താവിനെയും സൽക്കരിക്കാനെന്ന് പറഞ്ഞ് എൻ്റെ കാശ് മുഴുവൻ ചെലവാക്കിയിട്ട് അതിൻ്റെ പങ്കുപറ്റാൻ ആ മൃഗവും. അവൻ എങ്ങാനും ഈ വീടിന്റെ പടി ചവിട്ടി അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എന്തോ സത്യായിട്ട് ഇത്? എടി, നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. നിനക്ക് ആലീസിനും മൃഗത്തിനും ഒരു സദ്യ കൊടുക്കണം. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ നീ ശാലിനിയും ഭർത്താവിനെയും കൂടെ പിടിച്ചതിലിട്ട് അല്ലേ 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 എന്നിട്ട് അവർക്ക് കൊടുക്കാൻ സദ്യ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കാശ് മുഴുവൻ ചെലവാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ആ മൃഗത്തിനെ വിളിച്ച് നീ ഊട്ടുന്നു അല്ലേ? ഭഗവാനെ, കഥ അവിടെ വരെ എത്തിയോ? അതും കടന്നുപോയോന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയിപ്പോ ഒരു കാരണം പറഞ്ഞ് ശാലിനിയും ഭർത്താവും വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ മുഴുവനും മൃഗത്തിന് കൊടുക്കാമല്ലോ അല്ലേ? ആ, അതിന് ആലീസ് ഡോക്ടറും വരുന്നില്ലല്ലോ. അവര് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ പോവല്ലേ. അങ്ങനെയാ മനുഷ്യര്. വല്ലപ്പോഴും ഭാര്യയും കൊണ്ട് പുറത്തു പോവുക, ഭക്ഷണം കഴിക്കുക, സിനിമ കാണുക.
അല്ലാതെ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ വേലക്കാരിയായിട്ട് ഇരുത്തുകയല്ല വേണ്ടത്. അതെ, എന്നോട് ചോദിക്കാതെ അവരെ വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? എനിക്ക് തോന്നി, ഞാൻ വിളിച്ചു. ആ തോന്നൽ ഇവിടെ പറ്റില്ല. സത്യേട്ടാ, വളരെ മാന്യമായ ഭാഷയിൽ ഞാൻ ഒരു കാര്യം പറയാം. സത്യേട്ടന്റെ സംശയവും കൊണ്ട് ഞാൻ പൂർതി മുട്ടി. പിന്നെ സ്നേഹം കൊണ്ടാണല്ലോ ഈ പരാക്രമം എന്ന് ആലോചിച്ച് ക്ഷമിക്കുമ്പോ കൂടുതൽ കയറി ചൊറിയാൻ വരരുത്. വന്നാലും ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോവും.